ഉത്സവം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സെന്റ് ആന്റണീസ് ഗേൾസ് സ്കൂളിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അംഗനൃത്തമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. നൃത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് സ്റ്റേജിൻ്റെ പിൻവശത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ അടുത്തതായിട്ട് സംഘനൃത്തം ചെയ്യാൻ പോകുന്നവരാണ് ഇവരൊക്കെ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി. ഹോട്ടൽ ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് BEM സ്കൂളിലോട്ടാണ്. ഇത് കലാമേളയോടനുബന്ധിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ശുശ്രൂഷിക്കാനുള്ള ഒരു ഡോക്ടറാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കുറേ ചിത്ര പ്രദർശനങ്ങളുണ്ട്. ഇത് ക്രാഫ്റ്റും ഡ്രോയിങ്സും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. പ്രസംഗവും നാടകവുമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സന്തോഷം നൽകുകയില്ല. എപ്പോഴും പുസ്തകങ്ങളെ ശേഖരിച്ചു വയ്ക്കുക. ഒരിക്കലും ഒരു പുസ്തകം നല്ലതല്ലാതെ സൂക്ഷിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ട്രെയിനിൽ കയറാൻ വേണ്ടി ഇത്രയ്ക്കും ആളൊക്കെ തിക്കും തിരക്കും കൂട്ടി കാത്തു നിൽക്കുകയാണ്. അതിനോടൊപ്പം അവിടെ ചായക്കാരും അവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും.